സൂര്യനിൽ നിന്നുള്ള സൗരകളങ്കം അഥവാ സൺസ്പോട്ട്, അതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് മാധ്യമങ്ങൾക്ക് ധാരാളം വാർത്തകൾ വരുന്നുണ്ട്, ചർച്ചകൾ വരുന്നുണ്ട്, ശാസ്ത്രീയമായ വിശകലനങ്ങൾ വരുന്നുണ്ട്. നേരത്തെ മറുനാടൻ ഈ ഒരു വിഷയത്തിൽ ഒരു വാർത്ത, ഒരു വിശകലനം നൽകിയിരുന്നു. സൺസ്പോട്ട് എന്താണ്, അത് ഏത് രീതിയിൽ ഭൂമിയെ ബാധിക്കും എന്നതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നു. ഭൂമിയിലെ വൈദ്യുതി ശൃംഖലകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ഒക്കെ ബാധിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ ശാസ്ത്ര ലോകം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഒന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനു മുൻപ് 2003 ഒക്ടോബറിലാണ് ഇത്രയും തീവ്രമായ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന സൗരകാന്തിക വാതം അല്ലെങ്കിൽ കാറ്റ് ഉണ്ടായത്. അപ്പം സൂര്യനിൽ വരുന്ന ചില മാറ്റങ്ങളുടെ ഫലമായിട്ട്, രാസമാറ്റങ്ങളുടെ, താപനിലയിൽ വരുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടൊക്കെയാണ് ഇത്തരം സൺസ്പോട്ടുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശാസ്ത്രീയമായി ഇതിന് നൽകുന്ന വിശദീകരണം. ഭൂമിയുടെ 17 മടങ്ങ് വലിപ്പമുള്ള അതിഭീമൻ സൗരകളങ്കം സൂര്യനിൽ രൂപപ്പെട്ടതായിട്ട് അമേരിക്കയിലെ നോവ ഉൾപ്പെടെയുള്ള ഏജൻസികളാണ് ഇപ്പോൾ അറിയിക്കുന്നത്. മുൻപും സൂര്യകളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വലുത് അപൂർവമാണ്. AR 3664 AR 3664 എന്ന് പേരിട്ടിരിക്കുന്ന ഈ കളങ്കം ഈ മാസം കൂടുതൽ ശക്തമായി തന്നെ തെളിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്നത്ര വലിപ്പമുണ്ടെങ്കിലും അംഗീകൃത സൗര ഫിൽറ്ററുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് എന്ന റിപ്പോർട്ടും നോവ നൽകുന്നുണ്ട്. സൂര്യനിലെ കാന്തമണ്ഡല ചുഴികളാണ് സൂര്യകളങ്കങ്ങളായി അറിയപ്പെടുന്നത്. സൗരോപരിതലത്തിനേക്കാൾ അല്പം ചൂട് കുറഞ്ഞ സ്ഥലമാണ് കളങ്കങ്ങൾ എന്നാണ് വാനനിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ഇവ വിവിധ സൈക്കിളുകളായിട്ട്, വിവിധ ചക്രങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഏതാനും വർഷങ്ങളായി നാം കാണുന്ന സൂര്യകളങ്കങ്ങൾ സൈക്കിൾ 25 എന്ന് പറയുന്ന ഒരു സൂര്യകളങ്ക സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ്. ഈ സൈക്കിളിലെ ഏറ്റവും വലുപ്പത്തിൽ കാണപ്പെടുന്ന സൂര്യകളങ്കമാണ് ഈ AR 3664 എന്ന് പറയുന്ന ഈ ഒരു സൂര്യകളങ്കം എന്ന് പറയുന്നു. അതായത് ഈ ഒരു സൂര്യകളങ്കം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭൂമിയിലെ പല ഘട്ടങ്ങളെയും അല്ലെങ്കിൽ പല ഘടകങ്ങളെയും ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അത് നമുക്കത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റൂ. ഏത് രീതിയിലുള്ള സൂര്യകളങ്കങ്ങളാണ് കടന്നു വരുന്നത്, അത് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാർത്താവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. സൂര്യകളങ്കങ്ങളോടനുബന്ധിച്ച് അതിശക്തമായ സൗരജ്വാലകൾ ഉണ്ടാകുന്നു. ഇവ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും. ചിലപ്പോഴവ ഭൂമിയുടെ നേർക്ക് വരും. അത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവമേഖലയിൽ വർണ്ണാഭമായ അറോറകൾ, ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെടും. വളരെ ഭംഗിയാണിത് കാണാൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ ശക്തമായ കണങ്ങൾ വാർത്താവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങളെ താറുമാറാക്കാൻ സാധ്യതയുണ്ട്. ഭൂമിയിലെ വൈദ്യുത വിതരണ ശൃംഖല തടസ്സപ്പെടാൻ ഇത് കാരണമാകാൻ സാധ്യത കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം സൂര്യകളങ്കങ്ങളെ, സൺസ്പോട്ടുകളെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്, കാണുന്നത്. ഭൂമിയിലെ ചൂട്, മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും പഠനങ്ങൾ നടക്കുന്നു. തീർച്ചയായിട്ടും പങ്കുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പം ഈ 9-ാം തീയതി കഴിഞ്ഞ ദിവസം ഈ സൂര്യകളങ്കങ്ങൾ സൂര്യൻ്റെ ആ ഒരു പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് വരികയും അതുപോലെ തന്നെ ബഹിരാകാശ കാലാവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വിടുന്നത്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ, നോവ, ഈ ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നത്, പഠിച്ചത്. നാളെയോടുകൂടി അത് ഏതാണ്ട് സമ്പൂർണ്ണതയിലെത്തും എന്ന റിപ്പോർട്ടുണ്ട്. ഇത്തവണത്തെ ഈ സൗരപാതം കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും ശക്തമായതാണെന്നാണ് നോവ പ്രതികരിക്കുന്നത്. അതുപോലെ സൗരപാത തീവ്രത അതീവമായി വർദ്ധിച്ചിരിക്കുന്നു, തീവ്രമായി തന്നെ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ആ ഒരു വർധന തീർച്ചയായിട്ടും ഭൂമിയിലെ മറ്റ് പല മേഖലകളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിമാന സർവീസുകൾ, ഉപഗ്രഹ ചലനം, വിദൂര നിയന്ത്രിത GPS, വൈദ്യുതി ഗ്രിഡുകൾ, വോൾട്ടേജ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇത് ബാധിക്കും. നിലവിൽ ആശങ്കയ്ക്കൊന്നും ഇടയില്ല. പിന്നെ ഈ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട പല ഉപഗ്രഹങ്ങളുടെയും പ്രവർത്തനം പ്രശ്നമായിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് സ്റ്റാർലിങ്ക് കമ്പനിയുടെ മേധാവി കൂടിയായ കോടീശ്വരനും അതുപോലെ തന്നെ എക്സിൻ്റെ സ്ഥാപകനുമൊക്കെയായ എലോൺ മസ്ക് വിശദീകരിച്ചിരുന്നു. അത്തരത്തിൽ ഒരു സംവിധാനം ഭൂമിയിലെ മറ്റ് പ്രദേശങ്ങളെയും മറ്റ് മേഖലകളെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ സൗരവാതം അല്ലെങ്കിൽ സൺസ്പോട്ടുകൾ അല്ലെങ്കിൽ സൂര്യകളങ്കങ്ങൾ എന്നുള്ളത് പല രീതിയിൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഭൂമിയെയും ബാധിക്കാനുള്ള സാധ്യത ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്നാണ് ശാസ്ത്ര ഗവേഷകരൊക്കെ തന്നെ വിശദമാക്കുന്നത്.